വിഷുവാഘോഷത്തിന്റെ നിറവിലാണ്, തിരക്കിലാണ് മലയാളികൾ. സദ്യ വിളമ്പിയും ബന്ധുക്കളുടെ ഒത്തുചേർന്ന് പടക്കം പൊട്ടിച്ചൊക്കെയാണ് വിഷു ആഘോഷം. മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ വീട്ടിൽ നിന്നും അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, അപ്പോൾ അവിടെ സദ്യയുടെ സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? എങ്ങനെയാണ് ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്? ശ്രീധരൻപിള്ള സാറിനോട് വിഷുവാശംസകൾ എന്ന് പറയണം. ഉറപ്പായിട്ടും ഹാഷ്മി പറയാം. ഞാനിപ്പോൾ സാറിന്റെ വീട്ടിലാണ്. സാർ അപ്പോൾ 24 കുടുംബത്തിന്റെ ഹാഷ്മിയുടെ ഒക്കെ വിശ്വാസംസകൾ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് കുടുംബബന്ധമുള്ള ഒന്നാണ് ഈ ചാനല്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ വിശ്വാസംസകൾ നേരുന്നു. ഞാൻ തുടക്കം എൻ്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞത് തിരുവിതാംകൂറിലാണ്. പക്ഷെ കോഴിക്കോട് വന്ന ശേഷം വിഷു ഓണത്തെക്കാൾ പ്രാധാന്യമായി ആഘോഷിക്കുന്ന ഒരു പ്രദേശമാണ് മലബാർ, പ്രത്യേകിച്ച് കോഴിക്കോട്. അതുകൊണ്ട് വളരെ ആഘോഷപൂർവ്വമാണ് ഇവിടുത്തെ എല്ലാ വീടുകളിലും ഇത് ആഘോഷിക്കുന്നത്. പടക്കത്തിൻ്റെ കാര്യത്തിലായാലും സദ്യയുടെ കാര്യത്തിലായാലും മറ്റുള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അതിനോട് ബന്ധപ്പെട്ട് ആഹ്ലാദകരമാണ്. ചരിത്രത്തോട് ബന്ധപ്പെടുത്തിയത് നടത്തും. എല്ലാ ബന്ധുക്കളും ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എൻ്റെ 2 മക്കളും അവരുടെ കുടുംബവും കൊച്ചുമക്കളും 4 കൊച്ചുമക്കളുണ്ട്. എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ആഹ്ലാദത്തിൻ്റെതായ നിമിഷങ്ങളാണ്. മോളോട് കൊച്ചുമോളോട് ചോദിക്കാം, പടക്കമൊക്കെ പൊട്ടിച്ചോ? ആണോ? എങ്ങനെയുണ്ട് വിഷു? എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയാണോ? എങ്ങനെയുണ്ട് മോളെ? അടിപൊളിയാണ്. ആണല്ലേ? എങ്ങനെയുണ്ട് വിഷു? പടക്കമൊക്കെ പൊട്ടിച്ചോ? ആണല്ലേ? അപ്പോൾ നമുക്ക് ഹാഷ്മി, ഞാൻ വേറൊരു കാഴ്ചയും കൂടെ കാണിക്കാം. അതായത് നമ്മൾ പത്തനംതിട്ടക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം, അതായത് 6 മുള കണ്ണാടി. സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ വിഷുക്കണിയിൽ 6 മുള കണ്ണാടിയും കാണാൻ കഴിയും. സാറേ, അതെന്ത് ഈ 6 മുള കണ്ണാടിയും കൂടെ ഒപ്പം വെച്ചേ? അതിൻ്റെ ഇവിടുത്തെ നമ്മുടെ സമർപ്പണമാണ് ഇതിൽ പ്രകടമാകുന്നത്. അപ്പോൾ സമർപ്പണത്തിൽ ഞാൻ വെൺമണിക്കാരനായതുകൊണ്ട് അറന്മുളയും ചെങ്ങന്നൂരും ഒക്കെ ഉള്ളതായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത്തരം ആചാരങ്ങളിൽ വയ്ക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഇത് രാവിലെ കണിക്ക് വേണ്ടി ഒരുക്കിയിരുന്നാണ്. ബാക്കി സാധനങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ ആ നിലയ്ക്ക് വിഷുവിനൊരു പ്രാധാന്യമുണ്ട്. പിന്നെ എൻ്റെ നാടായ വെൺമണിയിൽ ചാർങ്ങക്കാവ് എന്ന് പറഞ്ഞൊരു വലിയ ഉത്സവ പ്രദേശമുണ്ട്. കെട്ടുകാഴ്ചയൊക്കെ ഉള്ളതാണ്. അവിടെയും ഇന്ന് ഈ വിഷുവാണ് ആഘോഷിക്കുന്നത്. തിരുവിതാംകൂറിൽ അങ്ങനെ വലിയ ആഘോഷമില്ലെങ്കിലും വെൺമണിയിൽ ഞാൻ ജനിച്ച ഗ്രാമത്തിൽ, എൻ്റെ ഗ്രാമത്തിൽ അത് വലിയൊരു ഉത്സവമാണ്. അതിൻ്റെയൊക്കെ ഒരു സങ്കല്പം എല്ലാം ഉൾക്കൊള്ളുന്നു. പിന്നെ ഭക്ഷണക്രമത്തിലും ഈ ഓണസദ്യക്കുള്ള കാര്യങ്ങളായാലും വിഷുവിൻ്റെ ആയാലും തിരുവിതാംകൂറും മലബാറും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. അതിപ്പോൾ എന്തിലായാലും, പായസത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ സാമ്പാറായാലും അവിയലായാലും എല്ലാം വ്യത്യാസമുണ്ട്. ഇത് അതുകൂടെ പൊരുത്തപ്പെടുത്തിയാണ് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വൈഫ് കോഴിക്കോട്ടുകാരും ഞാൻ വെൺമണിക്കാരനുമാണ്. അപ്പോൾ കുട്ടികളവിടെ പടക്കവും പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. ഹാഷ്മിക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. സാറിൻ്റെ കൊച്ചുമോനാണ്. അപ്പം ഇന്നലെ രാത്രിയൊക്കെ കുറെ പൊട്ടിച്ചു. ഇപ്പം നല്ല ചൂടാണ്. അപ്പോൾ പൂത്തിരിയും പടക്കവും ഒക്കെ ഉണ്ട്. അതെല്ലാം പൊട്ടിച്ചിങ്ങനെ വിഷു ഇങ്ങനെ ആഘോഷപൂർവ്വം അവരിങ്ങനെ കൊണ്ടാടുകയാണ്. ഹാഷ്മി, അപ്പോൾ പൊട്ടിക്കട്ടെ, വളരെ പൊട്ടിക്കട്ടെ മേഡം. അപ്പോൾ ഗംഭീരമാവട്ടെ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഗംഭീരമായ വിഷു ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. വിഷു സദ്യ ഒക്കെ ഉണ്ട്. എന്തായാലും വിഷുദിനത്തിൽ കുടുംബത്തോട് എല്ലാവരും ഒരുമിച്ചിരുന്നുള്ള സദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.